കാറ്റത്തേനി പക്കം വീസുന്നത് സാരൽ സാരൽ ആദ്യത്തെ മാങ്ങ പാടിക്കൊണ്ട് ഓണമൊക്കെ വരാറായി. நம்ம போன வாட்டி போன மாதிரி ஒரு ட்ரிப் போலாமா? കഴിഞ്ഞ തവണത്തെ പോലത്തെ ട്രിപ്പാ? ആ സൂപ്പർ ആയിരിക്കും. ഓർമ്മയില്ലേ ഒരു പാട്ട വണ്ടിയും ഒരു അപ്പൂപ്പനും ചുമന്നുകൊണ്ട് പോയത്? എതുവാണാലും ரொம்ப സൂപ്പറാ ഇരുന്നത് ലച്ചു. അതെ ഭയങ്കര സൂപ്പർ ആയിരുന്നു. ഇനി ഈ തവണ കേശു എന്ത് കച്ചവടം പിടിച്ചോണ്ടാണോ വരുന്നത് എന്തോ. என்னம்மா அங்க வந்து நிக்கிறீங்க? അടിപൊളി നോക്കണം. എന്താ നീ ഇന്നലെ കഴുകിട്ടിരുന്ന തുണിയൊക്കെ പറക്കിയായിരുന്നു? പെറുക്കിയായിരുന്നല്ലോ. മൊത്തം പറക്കിയോ? മൊത്തം പെറുക്കിയില്ല. എന്റെയും കേശുവിന്റെ ഒന്ന് രണ്ടെണ്ണം അവിടെ ഇട്ടിട്ട് ബാക്കിയൊക്കെ പെറുക്കിയായിരുന്നു. ബാക്കി എന്താ എടുക്കാന്? ബാക്കി എടുക്കാൻ എന്താന്ന് വെച്ചാ ഇപ്പൊ എന്താ പറ്റി? അത് അവിടെ തന്നെ ഉണ്ടോന്ന് ചോദിച്ചൊന്ന് നോക്കിയേ. என்னம்மா அது அங்க இல்லையா? അത് കാറ്റത്ത് പറന്ന് അവിടെ എവിടെ ഞങ്ങൾ കിടപ്പുണ്ട്. അയ്യോ എന്താ അയ്യോ? അത് ഞാൻ പിന്നെ എങ്ങനെ പെറുക്കി എടുത്തോളാം. അതെന്താ പറക്കി അകത്തിട്ടാലേ? അയ്യോ ആ സമയത്ത് അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല നേരെ ചൊവ്വ, അതുകൊണ്ട് അത് എടുക്കാഞ്ഞേ. ഉണങ്ങിയില്ലെങ്കിൽ പറക്കി അകത്തിടണം, അവിടെ ഇട്ടിട്ട് പോരരുത്. അത് ഞാൻ മറന്നുപോയി. ഞാനത് ക്ലിപ്പ് ഇട്ടതായിരുന്നു, എനിക്കറിയില്ല താഴെ വീണത്. എന്ത് പറ്റി? കണ്ടില്ലേ വെറുതെ വന്നു ഉടക്കുന്നു. എന്റെ അമ്മ തല്ലു കൂടുമ്പോ പതുക്കെ ഒച്ച ബഹളം വെക്കാതെ തല്ലുകൂടി കൂടെ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒച്ചയായി ബഹളമായി എന്തുവായത്? എനിക്ക് ഇവിടെ ഒന്നും പറയാനും പറ്റത്തില്ലേ. രാവിലെ ബൂഫർ വെച്ചിട്ട് ഇറങ്ങിക്കോണല്ലേ. ഇത്രയും ദിവസം ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അന്നേരം ഞാനും വിചാരിച്ചു അമ്മൂമ്മക്ക് ഇത് എന്ത് പറ്റിയെന്ന്. ഇപ്പൊ കറക്റ്റായി. എന്തെങ്കിലും കാര്യം പറയുമ്പോ ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. മെതുവാ അമ്മ. എന്തോന്നും മെതുവാ? കാര്യം പറഞ്ഞൂടെ? ഒച്ച ഉണ്ടാക്കുന്ന എങ്ങനെ? ഒച്ച ഉണ്ടാക്കാണെങ്കിൽ എനിക്ക് ഒച്ച ഉണ്ടാക്കാൻ അറിയാം. അമ്മക്ക് രാവിലെ എന്താ പ്രശ്നം? നിനക്കെന്താ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തത്തോടെ ചെയ്താലേ? മനുഷ്യന്മാരല്ലേ ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ മറന്നോ? അങ്ങനെ മറക്കരുതല്ലോ. എന്തുവാ ഇവിടെ ഒരു അലപ്പറ? അതെ എന്താണോ ആവോ, ഞങ്ങളും ബഹളം കേട്ടിട്ടാ വന്നേ. എന്താ പറ്റി അമ്മൂമ്മ? എന്താ അത് ഈ അവൾ പല്ലിരിക്കുന്ന കണ്ടോ? അമ്മൂമ്മക്ക് പല്ലിനെ ഭയങ്കര പേടിയാ. അപ്പൊ അതുകൊണ്ട് അമ്മൂമ്മ ബഹളം വെച്ചതാ. എനിക്ക് ഭയങ്കര പേടിയാ. പ്രായമായില്ലയോ അതാ. പ്രായമായാലും അങ്ങനെയാണ്. പല്ലിനെയും പാറ്റനെയും പഴുതാറ്റിനെയും ഒക്കെ കണ്ടാ പേടി തോന്നും. എന്നാലും ഒരു പല്ലിയെ കണ്ടാണ് ഇതിന് മാത്രം ഒച്ചപ്പാട് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അയ്യോ ഭയങ്കര പേടിയാ. ഒന്ന് കണ്ടാ മതി ഒച്ച ബഹളം വെച്ചെങ്കിൽ ഇല്ലാണ്ടായി കളയും അല്ലേ അമ്മൂമ്മ? അല്ല കുഴപ്പമുള്ള എന്തിനാ കണ്ടാലാണ് പേടി? പാറ്റ. അതെ ചേട്ടനും അതെ. സിദ്ധുനും പാറ്റയെ പേടിയാ മോളെ. അതിവിടെ ഞങ്ങൾക്ക് അറിയാം. ഒരു ദിവസം ഒരു പാറ്റയെ കണ്ടിട്ട് സിദ്ധു ഇവിടെ ഉണ്ടാക്കിയ പുകല് ചില്ലറയൊന്നും അല്ലേ മോളെ? അതെ അമ്മൂമ്മ. ഞങ്ങളെ ബഹളം കെട്ടെത്തിയതാ. അപ്പൊ കണ്ടിട്ട് അപ്പൊ ശരി. അടുക്കള വേറെ ആവശ്യമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. പാറ്റ അവര് നിന്നത് കൊണ്ട് ഞാൻ മിണ്ടാതിരുന്നത്. ഞാനും അവര് നോണ്ടായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞാൽ അവര് പിന്നെ ഇങ്ങോട്ട് വരും. പല്ലി പാറ്റെന്നൊന്നും പറഞ്ഞ് പിന്നെ അങ്ങോട്ട് ഊരാൻ പറ്റത്തില്ല. തല്ലുണ്ടാക്കിക്കോ, ഉണ്ടാക്കണമെന്നൊന്നും പറയുന്നില്ല. ഇത്തിരി ഒച്ച കുറച്ച് തല്ലുണ്ടാക്ക്. നിങ്ങൾ 2 ഗസ്റ്റ് വീട്ടിലുള്ളതല്ലേ, അതൊക്കെ ചിന്തിക്കണ്ടേ നമ്മള്? ഓ ആയിക്കോട്ടെ. ഓ ഓ ഓ കിട്ടിയല്ലേ? പിന്നെ എന്റെ കൈ കിട്ടും, അപ്പൊ ഞാൻ എടുത്തോളാം. അമ്മൂമ്മേനെ എന്റെ കയ്യിലും കിട്ടും, അപ്പൊ ഞാനും എടുത്തോളാം. നമുക്ക് കാണാം. ആ കാണിച്ചു തരാം. ഇതൊരു കഷ്ടമാണിത്. ജോലി ചെയ്യാനുള്ള മൂടും പോയി. പറയാൻ പറ്റാത്തത് കൊണ്ടേ എന്റെ നാക്കൊക്കെ അങ്ങോട്ട് തരിക്കരുത്. ഞാൻ നിന്നെ 4 ചീത്ത പറയട്ടെ? ഞാനും പറയും. കണക്കാ പോയാ
വാ അങ്ങോട്ട് നോക്കൂ. ആ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. വാ. ഒരു നാളും കൊണ്ട് നോക്കി വെച്ചേക്കാണ്. ഇനി എന്തെങ്കിലും അടുത്തത് പറഞ്ഞോണ്ട് വരട്ടെ, അന്നേരം അറിയാം ലച്ചുവിന്റെ തനി സ്വഭാവം. എന്നാലും ആ വഴക്കിട്ടോണ്ട് കുറച്ച് സമയത്ത് അച്ഛനും അമ്മയും കയറി വന്നു. അതുകൊണ്ട് അതങ്ങോട്ട് പൂർത്തീകരിക്കാൻ പറ്റില്ല. പക്ഷെ എന്റെ നാക്കങ്ങോട്ട് തരുതരി. എന്താ എന്തുവാ തായി കാണിക്കണേ? കൊറേ നേരം അങ്ങോട്ട് കിടന്ന് ഒലാത്തണ്. അത് ഫ്രസ്ട്രേഷൻ തീർത്തതാ. എന്തിനാ തീർത്ത്? ഫ്രസ്ട്രേഷൻ എന്തിനാ അമ്മുമ്മയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വഴക്കിങ്ങനെ മൂത്ത് എനിക്കിങ്ങനെ നാക്കൊക്കെ തരിച്ചിട്ട് വയ്യായിരുന്നു പറയാൻ. കറക്റ്റ് സമയത്ത് അച്ഛനും അമ്മയും കയറി വന്നു. അതിനാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കണത്. പിന്നെ എന്നെ ഇത് തീർക്കണ്ടേ? എന്നിട്ട് തീർന്നോ? ഇല്ല. എന്തിനാണ് അടി ഉണ്ടാക്കിയത്? എടാ എനിക്കറിയാൻ പാടില്ല. ഞാൻ അഴയിൽ കുറച്ച് തുണി ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ. അത് പെറുക്കിയില്ലെന്നും പറഞ്ഞാണ് എന്റെ അടുത്ത് വെക്കിട്ട് കയറാൻ വന്നത്. ഇന്നലെ കിടന്നെന്ന് പറയുമ്പോ എന്റെ തുണിയല്ലായിരുന്നോ? നിന്റെ ഇവിടെ ഒക്കെ ഉണ്ട്. പിന്നെ എന്നിട്ട് എടുക്കാഞ്ഞ്? എനിക്ക് സൗകര്യം ഇല്ലായിരുന്നു എടുക്കാൻ. നിന്റെ തുണി നിനക്ക് എടുക്കാൻ പാടില്ലായിരുന്നോ? എന്റെ തുണി ഞാൻ എടുത്താനാ. അപ്പൊ എല്ലാവരും തുണി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ചേച്ചിക്ക് എടുത്തുണ്ടായിരുന്നു ഞാൻ ചോദിച്ചത്. എനിക്ക് എടുക്കാൻ അന്നേരം തോന്നിയില്ല. ഓ എടേ നിർത്തടേ ഇനി നിങ്ങൾ തമ്മിൽ തല്ലി കൂടല്ലേ? തല്ലൂടി തന്നെ ഉള്ള കാര്യം പറഞ്ഞില്ലേ? ഉള്ള കാര്യം. അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് എന്താണ് പ്രശ്നം? കുറെ നാളായി തുടങ്ങിയിട്ട് വെറുതെ ഒരു കാര്യമില്ലാതെ വെക്കിട്ട് കയറാൻ വരിക. ഇനി എന്തെങ്കിലും പറഞ്ഞോണ്ട് വരുമല്ലോ, അന്നേരം നോക്കിക്കോ എന്റെ സ്വഭാവം അറിയാൻ പോണത്. കാര്യം ഞാൻ പറഞ്ഞേക്കെ, ഇവിടെ കിടന്ന് അലമ്പൊന്നും ഉണ്ടാക്കില്ലേ കേട്ടല്ലേ? അലമ്പുണ്ടാക്കരുത്. അമ്മൂമ്മ അലമ്പുണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴാണ് പ്രശ്നം. അച്ഛനമ്മയും കയറി വന്നത് കൊണ്ടാ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ കാണിച്ചു കൊടുത്താനെ. ഓ പിന്നെ അച്ഛനും അമ്മയും കേട്ട ചേച്ചിക്ക് നാണക്കേടാവും. അതുകൊണ്ട് അങ്ങ് മിണ്ടാണ്ടിരുന്നത് പറഞ്ഞാ പോരെ. അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് എങ്ങനെ ഇറങ്ങുമല്ലോ, അന്നേരം ഞാൻ അമ്മൂമ്മേനെ പിടിച്ചോളാം. അതിന് അച്ഛനും അമ്മയും പുറത്തിറങ്ങിയിട്ട് കുറെ നേരം ആയല്ലോ. അവരിവിടെ ഇല്ലേ? അവര് പുറത്തേക്ക് പോയോ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അപ്പം ചേച്ചി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അങ്ങോട്ട് പോയതാണ്. അപ്പൊ അവരകത്തില്ല അല്ലേ? അമ്മൂമ്മ എവിടെ? അവിടെ ഉണ്ട്. എനിക്കേ ബാക്കി ഇങ്ങനെ പറയാത്തത് കൊണ്ടേ എന്റെ നാക്കൊക്കെ തരിക്കുന്നു. ചോനർത്തല ഭവാനി, ഐ എം കമ്മിങ്. ആരാണ് എന്തിനാ പറ്റിയത്? அம்மா அது ரொம்ப உணங்கி இருக்கம்பா. படவலத்துல போகும்போது நம்ம பச்சை தேங்கி எடுத்துட்டு வரலாம். அம்மா நம்ம சாயங்காலம் உள்ளிவடை ഉണ്ടാക്കலாமா? നീ എന്തെങ്കിലും ഉണ്ടാക്ക്. അമ്മൂമ്മ എത്ര ദേഷ്യപ്പെടുന്നേ? அது ஒண்ணும் இல்ல பாரு, காலையில லெச்சு சேச்சிட்ட சண்டை போட்டுட்டாங்க. அதனால இப்படி எல்லாம் பேசுறாங்க. അതുകൊണ്ടാണ് ഇങ്ങനെ. അതുകൊണ്ടല്ല ഇങ്ങനെ. എനിക്ക് രണ്ട് വർത്താനം പറയാൻ പറ്റാത്തത് കൊണ്ടാ ഇങ്ങനെ. அம்மா அது விடுங்கம்மா, என்னம்மா அது சின்ன புள்ளத்தனமா? എനിക്ക് രണ്ട് വർത്താനം പറയാത്തോണ്ട് എന്റെ നാക്കങ്ങ് കുരുകുരുക്കുവാ. അമ്മൂമ്മ കുഴപ്പമില്ലാത്ത അച്ഛനും സീതാമ്മയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വഴക്കിട്ട് എങ്ങനെ ശരിയാവും? അതുകൊണ്ടാ ഞാൻ അവളെ വെറുതെ വിട്ട്. അല്ലായിരുന്നെങ്കിലേ ഞാൻ ചെന്ന് കാണിച്ചു കൊടുത്താനേ ആയിരുന്നു. എന്നാ പിന്നെ അമ്മൂമ്മ ഇപ്പൊ പോയങ്ങോട്ട് പറ. അത് ശരിയാവത്തില്ല. അവരവിടെ ഇല്ലേ, അത് ശരിയാവത്തില്ല. അവരൊക്കെ പോയി. അവരവിടെ പോയി? കുഴിപ്പുറത്ത് പോയാ? കുഴിപ്പളത്തല്ല, അവര് നടക്കാൻ പോയി. നടക്കാൻ പോയോ? അപ്പൊ അവരിവിടെ ഇല്ല. കാണിച്ചു കൊടുത്തു. ഭവാനി, ഞാനേ അമ്മൂമ്മനെ തപ്പി ഇറങ്ങിയതാ. ഞാൻ നിന്നെ തപ്പി ഇറങ്ങിയതാ. നീ മുമ്പേ എന്നോട് എന്തോ പറഞ്ഞു പോയത്? അതിന് മുമ്പ് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനിനി പറയാൻ പോണല്ലേ ഉള്ളൂ. എന്നാ പിന്നെ ഇപ്പൊ അങ്ങ് പറ. ആദ്യം അമ്മൂമ്മ പറ. അമ്മൂമ്മയാണെന്ന് കൊച്ചുമോളെ സമ്മതിച്ചല്ലോ. കൊച്ചുമോൾ അമ്മൂമ്മ സമ്മതിച്ചല്ലോ. ഞാൻ സമ്മതിച്ചു. ഞാൻ പണ്ടേ സമ്മതിച്ചതാ. ഞാനും പണ്ട് സമ്മതിച്ചതാ. നീ സമ്മതിക്കത്തില്ല അങ്ങനെ. അതുകൊണ്ട് കുറയ്ക്കും. അവര് വരുന്നുണ്ട്. ആര്? എന്റെ അമ്മയമ്മ അമ്മായപ്പനും. ആര് മരിക്കണ്ട? അയ്യോ
ഇവരെന്തിനാണ് കറക്റ്റ് സമയത്ത് ഇങ്ങോട്ട് കയറി വരുന്നത്? ആ വഴക്ക് അങ്ങനെ ഇങ്ങനെ കേറി കേറി വരുമായിരുന്നു അല്ല അമ്മൂമ്മ? അത് അങ്ങോട്ട് കേറി വന്നപ്പോഴത്തേക്ക് ഒരു ആവശ്യം എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ? ആ എനിക്കറിയാൻ പാടില്ല. അഭിനയിച്ചോ മോളെ ഓ എന്തോ പറഞ്ഞിട്ട് ഞങ്ങളെ കണ്ട് നിർത്തിയത് പോലെ ഉണ്ടല്ലോ. കണ്ടിന്യൂ ചെയ്ത് കുഴപ്പമില്ല. അത് കണ്ടിന്യൂ ചെയ്താൽ ശരിയാവല്ലോ ഇപ്പോഴത്തെ. ഞങ്ങളെ കേൾക്കാൻ പാടില്ലാത്തതല്ല. ആയോ നിങ്ങള് കേട്ടാ ഭലേ ദേഷ്യായിരിക്കും പിന്നെ. അപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? പറഞ്ഞോ? മടിക്കണ്ട. അല്ല പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് തോന്നുന്ന പറഞ്ഞോണ്ടിരിക്കുകയല്ലോ. നിങ്ങൾ എവിടെ പോയതാ? ഞങ്ങളിങ്ങനെ നടക്കാൻ പോയിട്ടേ ഇങ്ങനെ വരുമായിരുന്നു. നടന്നുകൊണ്ടേ നാവ് കുഴയുന്നു. സീനെ കുറച്ച് വെള്ളം വേണം. എനിക്കും ഭയങ്കര ദാഹം. നാക്ക് കൊണ്ടാണോ നടക്കുന്നത്? അങ്ങനെയല്ല, ഞങ്ങള് ഇപ്പോഴും ഭയങ്കര വർത്താനമായിരുന്നു. ചേട്ടനും എന്ത് വർത്താനായിരുന്നു. അപ്പൊ നമുക്ക് ഒരുമിച്ച് വെള്ളം ഞാനും വന്നോ? അപ്പൊ അവന്റെ വായോ വെള്ളം കുടിച്ചിട്ടോ? അതല്ലേ എന്റെ ഒരു ശരി. ഒട്ടാൻ വന്നേക്കുന്ന അതിന്റെ ഇടയില് ഞാനാണ് ഒട്ടാൻ വന്നത്. അതെ, എന്തിനാണെന്നാ പിന്നെ വഴക്കിട്ടാ മതിയോ? ആ മതി. എന്നാ പിന്നെ ഇവരെപ്പോഴെങ്കിലും പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സെറ്റ് വഴക്കിടാം. ഇന്ന് ചാർജ് ആയി വന്നതായിരുന്നു. അല്ലേ ആ വഴക്കിങ്ങനെ കേറി 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 വന്നതായിരുന്നു. അപ്പോഴേക്കും കൊണ്ടത് കുഴപ്പമില്ല, പോട്ട് ഇപ്പൊ ചെന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒന്നുകൂടെ ചാർജ് ആയി വാ, എന്നിട്ട് നമുക്ക് അടി ഉണ്ടാക്കാം. ചാർജ് ആക്കാൻ ഞാൻ അപ്പുറത്തെങ്ങാനും പോയിരുന്നോളാം. ഞാൻ അപ്പുറത്തെങ്ങാനും പോയിരുന്നോളാം. എന്റെ കയ്യില് കിട്ടും. എന്റെ കയ്യിലും കിട്ടും. ഞാൻ അപ്പം എടുത്തോളാം. ഞാനും എടുത്തോളാം. ആ കാണാം. ആ കാണാം. ചേരാം. ആ ഞാൻ വിചാരിച്ചു വലിയ വഴക്കുണ്ടാകുമെന്ന്. നല്ലൊരു വഴക്കുണ്ട്. എത്ര കാലമായി. എന്റെ പൊന്നു മക്കളെ വായ വെച്ചോണ്ടൊന്നും മിണ്ടാണ്ടിരിക്കും. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. എന്തായി? എന്തോന്ന് വഴക്കെന്തായെന്ന്? ആ ഇവർക്ക് വഴക്കിടാനായിട്ട് ടൈം തീരെ കൂടെ കിട്ടുന്നില്ലടാ. ഒരാള് ഫ്രീ ആവുമ്പോ മറ്റേ ആള് ബിസിയോ, മറ്റേ ആള് ഫ്രീ ആവുമ്പോ ഇപ്പുറത്തെ ആള് ബിസിയോ. ഇനി എങ്ങാനും രണ്ടുപേരും ഒരുമിച്ച് ഫ്രീ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് അപ്പൊ അച്ഛനും അമ്മയോ കയറി വരും. സിംഗിൾ കിട്ടണ മൊത്തത്തില്. പക്ഷെ എന്തായാലും ഇവര് തല്ലി തീർക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. പ്രശ്നമല്ലടി സംഭവം. സത്യം പറഞ്ഞ കുഴപ്പമുള്ള അച്ഛനും അമ്മയും ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് നൈസിൽ എരി കയറ്റി അങ്ങ് വിടായിരുന്നു. ഇതിപ്പോ എരി കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടാവും. പക്ഷേ തമ്മിൽ ഒരു പീക്കിലെത്തി കഴിഞ്ഞാ പിന്നെ എനിക്ക് തോന്നാനുള്ള അവരമ്മ അച്ഛനൊന്നും മൈൻഡ് ചെയ്യുന്നു. അടിപൊളിയായിട്ട് തമ്മിലേക്ക് തീർക്കും. പക്ഷെ പീക്ക് എത്താൻ അവര് സമ്മതിക്കില്ലല്ലോ. കറക്റ്റ് കയറി വരുമല്ലോ. എങ്ങനെ ടൈം ഇങ്ങനെ കിട്ടണത്? എടി നിനക്കിപ്പോ അവര് തമ്മിൽ തീർക്കണോ? അല്ല അങ്ങനെയല്ല, ഇത് തീരണോല്ലോ എന്തായാലും. തന്നെ തന്നെ നീ അമ്മൂമ്മ ഇറങ്ങി. ചേച്ചി ഇപ്പൊ ഫ്രീയാ പോയാലാ? കുറച്ച് മൂത്തിട്ട് പോകും. ഓക്കെ ഓക്കെ. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് കേക്ക് കൂടി എന്തായാലും. ഒരു ആൾക്കാരാണ് ഈ വീട്ടിൽ. ഒരു വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അത് തീർക്കാൻ പോലും ആരും സമ്മതിക്കില്ല. പ്രൈവസി എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഒന്നില്ലെങ്കിൽ അച്ഛനും അമ്മേനെ മൈൻഡ് ചെയ്യാതെ ബൗദ്ധ നോക്കി എല്ലാം അങ്ങോട്ട് പറയണം. അല്ലെങ്കിൽ പിന്നെ വായി വെച്ച് മിണ്ടായിരിക്കും. വഴക്ക് ഇങ്ങോട്ട് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വന്നിരിക്കുവായിരുന്നു. ഞാൻ നിന്നെ നോക്കി നടക്കുമായിരുന്നു. എനിക്കറിയാം എന്നെ നോക്കി നടക്കുമായിരിക്കും. അടുക്കള പണിയൊക്കെ കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞു. കഴിയാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. എന്നാ പിന്നെ തുടങ്ങാം. വാ തുടങ്ങും. നീ തുടങ്ങ. അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് എന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ സമാധാനം വരത്തില്ലല്ലോ. അല്ല, നീ എന്നോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി മാത്രം ഇരിക്കുവാന്നോ? അമ്മൂമ്മ എന്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ലേ ഇരിക്കുന്നത്? അതെ ആണ്. എന്നാ ഞാനും ആണ്. ഞാൻ വഴക്കുണ്ടാക്കും. ഞാനും വഴക്കുണ്ടാക്കും. തുടങ്ങിയ വീണ്ടും തുടങ്ങിയ. നീ നിന്റെ കാര്യം നോക്കി പോ. ശിവ ഇറങ്ങിപ്പൊടി. എന്തോന്നത്? അതെ രണ്ടുപേരും 2 വാക്കിന് പോയെ. ചെല്ലി പൊക്കെ പൊക്കെ. നീ ആദ്യം ഇറങ്ങി പോണേ ഇവിടെ നിന്ന്. ഓടാ. ആ കാര്യത്തിൽ എന്തൊരു സിംഗിൾ. എന്റെ ഫ്ലോ പിന്നെ കളഞ്ഞു വന്നൊരു കഷ്ടമാ.
ഉൾപ്പെടെ ഉണ്ട്. അഭിനയിക്കും. ആ, എന്താ അച്ഛാ? അതെ, കുഴപ്പമില്ലാത്ത വീടിന്റെ കണക്കൊക്കെ ഒന്ന് നോക്കാനായിട്ട് മോൾ എന്നെ ഒന്ന് സഹായിക്കുമോ? ഇപ്പൊ തന്നെ വേണോ? അല്ല, ഫ്രീ അല്ലെങ്കിൽ വേണ്ട, അച്ഛൻ നോക്കിക്കോളാം. ഇല്ല, ഞാൻ ഫ്രീയാ. ഞാൻ നോക്കി തരാം. അല്ല, നിങ്ങൾ എന്താ ഇവിടെ പരിപാടി? ഞങ്ങള് വെറുതെ ഒന്നും രണ്ടൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ചുമ്മാ സംസാരിച്ചതാണോ? ആ, ഇവിടെ ചുമ്മാ സംസാരിക്കുകയാണെങ്കിൽ ഉറക്കെ സംസാരിക്കോളല്ലേ. ഞാൻ അവിടെ കേട്ടായിരുന്നു. എപ്പോഴൊന്നും ഇല്ല, വല്ലപ്പോഴും ഒക്കെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഉറക്കെയാണ് സംസാരിക്കാറ് അല്ലേ? എന്നാ നമുക്ക് കണക്ക് നോക്കിയാൽ. ആ, നമുക്ക് നോക്കാം. അതെ അതെ, നിങ്ങൾ കണക്ക് നോക്കൂ. എന്നാ പിന്നെ നീണ്ടു നിന്നിട്ട് കാര്യമില്ല. അതെ അതെ. ആ മോളെ, ഓ, എന്നാ പിന്നെ കണക്ക് നോക്കാൻ നടക്കട്ടെ, ഞങ്ങൾ അങ്ങോട്ട് പോണ്. ലച്ചേച്ചി, അടുത്ത റൗണ്ടിന് വിളിക്കണേ. അടുത്ത റൗണ്ടാ? ഈ 1-2 പറയാം. അങ്ങനെ മോളെ, ഓ, ആ മേസ്തിരി പറഞ്ഞതേ ആ. ഇനിയും 12 ചാക്ക് സിമന്റ് കൂടി വേണോന്നാണ്. 12 ചാക്ക് സിമന്റാ? എനിക്കറിയില്ല ഇതിന്റെ പോക്ക് എങ്ങോട്ടാണ്. ഇപ്പൊ തന്നെ നോക്കിയേ, 36 ചാക്ക് സിമന്റ് അവൻ വാങ്ങിയിട്ടുണ്ട്. ഇനി 12 ചാക്ക് കൂടി പറയുമ്പോ 50 ചാക്ക് സിമന്റ് ആയി. ഇനി 2 വണ്ടി എംസാൻഡ് വേണം. 36 12 50. 50 അല്ലേ? 48 അല്ലേ? 48ആണ്. വെറുതെ അല്ല എഞ്ചിനീയറുടെ കണക്കൂട്ടുകളൊക്കെ തെറ്റുന്നേ. ദേ, ഇതൊക്കെ അമ്മനോട് പറഞ്ഞേക്കല്ലേട്ട്, അവളെന്നെ കൊന്നുകളയും. അപ്പൊ നമ്മള് എംസാൻഡിന് കൊടുത്തേക്കുന്നത് ശരിക്കും നമ്മള് വീട് അറ്റകുറ്റപ്പണികളൊക്കെ തീർക്കില്ല, അത് പുതിയ വീട് പണിയല്ലോ. എന്റെ പൊന്നു മോളെ, ഇങ്ങനെയായിരുന്നു ഒരു പുതിയ വീട് പണിതാൽ മതിയായിരുന്നു. ഇത്രയും കാശാവൂല്ലായിരുന്നു. ഇത് അറ്റകുറ്റപ്പണിക്കൊക്കെ എത്രയാ കാശാവണേന്ന്. ലച്ചേച്ചി ഒന്നേ. എന്താ? അല്ല, ചേച്ചി എടുത്തൊരു കാര്യം പറയാനാ. ആ, അതിനെന്താ? അച്ഛൻ കണക്ക് പോയിക്കോ. അച്ഛൻ മിനിറ്റ്. ആ, എന്തേ? ആ, അമ്മൂമ്മ തരാൻ പറഞ്ഞു. ഒരു ദൂത് കിട്ടിയിട്ടുണ്ട്. വെള്ളപ്പേപ്പറോ? ധൈര്യമുണ്ടെങ്കിൽ പാറമട ഭാഗത്തേക്ക് വാ. ഞാനൊന്ന് പുറത്തോട്ട് പോവാന്നേ. ശരി അമ്മമ്മ, പോയിട്ട് വാ. ആ, ശരി. ആ, അച്ഛൻ ബാക്കിയാണോ കൊറേ അച്ഛാ? മോളെ, മൊത്തത്തില് കണക്ക് നോക്കി വരുമ്പോഴേ ആ മേസ്തിരി നമ്മളെ പറ്റിക്കുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അവൻ കാശ് കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. ഈ കമ്പിക്കും സിമെന്റിനൊന്നും ഇത്രയും പൈസ വരാൻ സാധ്യതയില്ല. നമുക്ക് സിദ്ധൂരെ വിളിച്ചു നോക്കായിരുന്നില്ലേ? എന്നിട്ട് എന്തിനാണ് കൺഫ്യൂഷൻ ഉണ്ടാകാനാ? സിദ്ധുവിനോടൊന്നും പറയണ്ട, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാ. ചില കാര്യങ്ങള് നമ്മൾ തന്നെ കൈകാര്യം ചെയ്യണം. അതെ, ഞാനൊന്നും അവനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ വെറുതെ വിട്ടാ പറ്റില്ല അവനാ. വെറുതെ വിട്ടാ പറ്റില്ല. പേടിച്ചിട്ട് വരാതിരിക്കുന്നതായിരിക്കും. പേടിക്കണം, പേടിക്കും. ഈ ചോണറത്തല ഭവാനിയോട് സംസാരിക്കുമ്പോഴേ പേടിക്കണം. ഇന്ന് ചോനറത്തല ഭവാനിനെ ഞാൻ പൂട്ടും. ഞാനും പൂട്ടും. എന്താ അമ്മയുടെ പ്രശ്നം? എന്താ നിന്റെ പ്രശ്നം? എന്താ അമ്മയുടെ പ്രശ്നം? എന്താ നിന്റെ പ്രശ്നം? പറ ആദ്യം. അമ്മയല്ലേ രാവിലെ അടുക്കളയിൽ വന്നിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്? അത് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത് നീ ഉടനെ എന്നോട് പ്രശ്നം ഉണ്ടാക്കും. ആ, ഉറപ്പാണ് ഞാൻ ഉണ്ടാക്കും. നീ അല്ലെങ്കിലും വായാടിയാ. ഞാൻ വായാടിയാണ്. എനിക്ക് അമ്മയുടെ സ്വഭാവം കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര വായാടി. എന്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തൊക്കെ ഇത്? കാസറ്റ് ഇരിങ്ങാനുണ്ടല്ലോ അടി കണ്ടിട്ട്.
അമ്മയുടെ പാട് നോക്കി പോകും. നിന്റെ പാട് നോക്കിപ്പോ. എന്തേ അണച്ചാ? നീ അണച്ചാ? അണച്ച്. എന്നാ ഞാൻ അണച്ചു. നമുക്ക് ഇവിടെ ഇരുന്നാലോ? വരുമ്പോ ഇത്തിരി വെള്ളം കൊണ്ടുകൂടായിരുന്നു? അത് മറന്നുപോയി. പുറകോട്ട് വീടരുത്. തീർന്നേട്ടാ. തളം 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 തളം. എന്താടി എന്താടാ? ഫോണോടെ എന്തിന് കാര്യം പേര് വെച്ചേ? ഞാൻ അമ്മയാ. കഴിഞ്ഞ അല്ല മഴ കഴിഞ്ഞ ചെറിയൊരു യുദ്ധം കഴിഞ്ഞിട്ട് അവര് പാമ്പിടിച്ചിട്ടെല്ലാം അവിടെ ഇങ്ങനെ ഇരിക്കല്ലേ? ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടാവും. പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ആശ്വാസം എനിക്കും ഒരു ആശ്വാസം ഉണ്ടെന്നേ. ഇല്ലേ? ഭയങ്കര ആശ്വാസം. ഇപ്പോഴാണ് ഇച്ചിരി ശ്വാസം വേണം. അതെ അതെ, ഇപ്പഴാ ശ്വാസം നേരെ വീണു. പക്ഷെ കാലിന് നല്ല വേദനയുണ്ട് കേട്ടോ. ആണല്ലേ? സാരല്ല, പോട്ട് ഞാൻ തിരുമ്മി തരാം. കാണാൻ പറ്റിയില്ല മൊത്തം. കൊള്ളായിരുന്നാ? വലിയ കുഴപ്പമില്ലായിരുന്നു. മഴക്കാണെന്ന് നേരത്തെ മനസ്സിലായില്ലേ? പിന്നെ നടക്കുന്ന എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചോളെ ഇരിപ്പ. ഇതെടുക്കുമായിരുന്നു ഇവിടെ. ഞങ്ങള് വെറുതെ സംസാരിക്കാൻ കാറ്റൊക്കെ കൊണ്ട് ഒന്ന് രണ്ടൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു. നിങ്ങളെന്താ ഇവിടെ? ഞങ്ങള് ചുമ്മാ ഇങ്ങനെ വന്നപ്പോഴത്തേക്കിന് നിങ്ങൾ ഇവിടെ ഇരുന്ന് കാറ്റ് കൊള്ളുന്ന കണ്ടായിരുന്നു. ഒരു കാറ്റ് മുഴുവൻ കൊണ്ടു കഴിഞ്ഞോ? ഒരു സമാധാനം കിട്ടിയോ? നല്ല ക്ഷീണം ഉണ്ടല്ലോ രണ്ടുപേർക്കും. ക്ഷീണോ? അത് ചൂടിന്റെ ആയിരിക്കും. ആണല്ലേ? വഴക്കൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? വഴക്കോ? അതെ, വഴക്ക്. കഴിഞ്ഞല്ലേ? എനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു നിങ്ങൾ തമ്മിൽ നല്ല വഴക്കാണ്. ആ വഴക്ക് തീർക്കാൻ ഇവിടെ തന്നെ ലാസ്റ്റ് വരുമെന്ന്. എങ്ങനെയാന്ന് ചോദിക്കും. എങ്ങനെ മനസ്സിലായി? ഞാനും അച്ഛനും കൂടി രാവിലെ ഇവിടെ വന്ന് ഒരു റൗണ്ട് വഴക്ക് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നത്. രാവിലെ ഓർക്കുന്നില്ലേ നിങ്ങൾ എല്ലാവരും കൂടെ സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാനും അച്ഛനോടെ കയറി വന്നത്, അച്ഛന് ദാഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞത്. അച്ഛന് നാക്ക് കൊഴയുന്നു എന്നൊക്കെ പറഞ്ഞത്. അത് തന്നെ. മിനിമം ഒരു 1.5 മണിക്കൂർ ഇവിടെ ഇരുന്ന് നല്ലൊന്നാന്തര ഒരു വഴക്ക് കഴിഞ്ഞ് അങ്ങോട്ട് വന്നപ്പോഴത്തേക്കുമാണ് അച്ഛനും എനിക്ക് മനസ്സമാധാനമായത്. ആണല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ ഒരു മനസ്സമാധാനം കിട്ടിയില്ലേ? കിട്ടി. അയ്യോ, എന്തൊരു സന്തോഷാന്ന് നോക്കിയ അമ്മയ്ക്ക്. ഈ സന്തോഷവും സമാധാനമായിരുന്നു എനിക്കും അച്ഛനും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, മനസമാധാനമായിട്ടൊന്ന് വഴക്കൂടാൻ പറ്റുന്നില്ലായിരുന്നു. ഞങ്ങൾക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ നിന്ന് വഴക്കിട്ട ഞങ്ങൾക്ക് നാണക്കേടല്ലേ? അത് തന്നെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് വഴക്കിടാൻ പറ്റില്ലല്ലോ. ഇവിടെ വന്ന് വഴക്കിട്ട് കഴിഞ്ഞപ്പോഴത്തേന് അയ്യോ എന്തൊരു മനസമാധാനാന്നറിയാവോ. അപ്പോഴെന്തായാലും എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞല്ലോ അല്ലേ? സമാധാനം ആയല്ലോ. ഇനി നമുക്ക് വീട്ടിലോട്ട് പോയാലോ? പോവാം അമ്മ. എന്നാ വാ. 2 ദിവസം കഴിഞ്ഞിട്ട് വരാട്ടെ.